നമസ്കാരം. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സുരേന്ദ്രൻ എന്ന് പറയുന്ന എയർപോർട്ടിലെ ഒരു ഡ്രൈവറും അതേപോലെ സന്തോഷ് പരമശിവം എന്ന് പറയുന്ന തട്ടിപ്പുകാരനും ചേർന്ന് റൈസ് പുള്ളർ വഴി 20,000 കോടി രൂപ പിണറായി വിജയന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ക്രൈം പുറത്തുവിട്ടിരുന്നു. പിണറായി വിജയൻ 20,000 കോടി കൊടുക്കാമെന്ന് പറഞ്ഞത്, അതേപോലെ 2,000 കോടി രൂപ പോലീസിന് കൊടുക്കാമെന്ന് പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല, എന്നോട് തന്നെ പറഞ്ഞ, ഞാൻ ഇദ്ദേഹത്തിന് തട്ടിപ്പറഞ്ഞ് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഇത് ഒറിജിനൽ മെറ്റീരിയലാണ്, ഇത് 2 ലക്ഷം കോടി രൂപ വില മതിക്കുന്നതാണ്, ഇതിൽ വെറും ആദ്യം 5 കോടി രൂപ മാത്രമാണ് ഞങ്ങൾക്ക് തരേണ്ടത്, ബാക്കി സമയമെടുത്ത് തന്നാൽ മതി, ഞങ്ങൾക്ക് ആകെ 10 കോടി രൂപ മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കി പണം നിങ്ങൾക്കെടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആരാണെന്നറിയാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തോട് അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ പൂട്ടും, കൃത്യമായ തെളിവുകൾ പുറത്തുവിടും, ആ തെളിവുകൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിലനിൽക്കാൻ പറ്റും. നിങ്ങളെപ്പറ്റി നിരവധി ആളുകളാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത്. 10 കോടി മുതൽ നിരവധി ആളുകളെടുത്തുനിന്ന് 5 കോടി 2 ലക്ഷം അടക്കമുള്ള തുക താങ്കൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തുന്നു. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് 20,000 കോടി കൊടുക്കുമെന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? അല്ല, ഞങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ധാരണയാണ്, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ കൂടെ ഉള്ള ഫോട്ടോ കാണണോ? അദ്ദേഹം കാണിച്ച ഫോട്ടോ അത് യാഥാർത്ഥ്യമാണോ ഒറിജിനലാണോ എനിക്ക് അറിയില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും DGPയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും എന്നെ കാണിച്ചു. അതിന് കോപ്പി ഞാൻ കിട്ടാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയില്ല. അങ്ങനെയുള്ള ആള് മുഖ്യമന്ത്രിയിൽ അങ്ങനെ ധാരണയുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അതേപോലെ പ്രിയപ്പെട്ട DGPക്കും താങ്കളുടെ മുന്നിൽ ഇതിനകം നിരവധി ആളുകൾ പരാതിയുമായി വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തട്ടിപ്പ് നടത്തി എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന പരാതികളുമായി വന്നിട്ടുണ്ട്. പണം എത്രയോ ആളുകളായിരുന്നു തട്ടിയിരിക്കുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് 50 ലക്ഷം രൂപ വരെ തട്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ നമുക്ക് റൈസ് പുള്ളർ എടുക്കാം, മറ്റുള്ള കാര്യങ്ങൾ പിന്നെ വിടാം. ഈ റൈസ് പുള്ളർ ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് ഒറിജിനലാണോ തട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ അദ്ദേഹത്തെ പിടിച്ച് ആ റൈസ് പുള്ളർ ഈ അടുത്ത കാലത്ത് ഒരു കമ്പനി വന്ന് ഇയാളെ പറയുക അഗ്രിമെൻ്റ് ഉണ്ടാക്കി അവിടെ ചെന്ന് തട്ടിപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോയത്. അത് പൊളിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഇതിൽ എന്താണെന്ന് അറിയാമോ? ഈ ഒരു ചെമ്പ് പാത്രം, അതിൽ കാന്തം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ടെസ്റ്റ് കിട്ടണമെങ്കിൽ പുറമേ വെച്ച് കഴിഞ്ഞാൽ സൂചി തെറിക്കും, അല്ല റൈസ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു റൈസിനോട് കയറി പിടിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ സാധാരണ ടെസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ സൂചി തെറിക്കുന്ന ഒരു സംഭവമായതിനാൽ അത് സത്യമാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അഡ്വാൻസ് മേടിക്കുന്നത്, പിന്നെ തട്ടിപ്പ് നടത്തുകയാണ്. ഇപ്പം ഇവിടെ അങ്ങനെ ഒരു തട്ടിപ്പിന് പോകുന്നതിന് മുമ്പ് ഇവരെ കൈവശം ഇങ്ങനെയൊരു രേഖ ഉണ്ടായിരുന്നു എന്നുള്ള രേഖ വേണ്ടേ? അതിന് തിരുവനന്തപുരത്തെ ഒരു അഡ്വക്കേറ്റ് സുരേന്ദ്രൻ്റെ പേരിൽ ഇവർക്ക് എഴുതി കൊടുത്ത ഒരു എഗ്രിമെൻ്റിൻ്റെ കോപ്പി വായിക്കാം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. കാരണം നാളെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയും. പകരം തിരുവനന്തപുരത്തെ അഡ്വക്കേറ്റ് ശ്രീകുമാർ, അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരം കൃത്യമായിട്ട് ഈ സുരേന്ദ്രൻ ഇത് ഒറിജിനൽ റൈസ് പുള്ളറാണെന്നും അതേപോലെ ഒറിജിനലായ മെറ്റീരിയലുകളാണ് മറ്റുള്ളതെല്ലാം, ഡയമണ്ട് അതുപോലുള്ള സംഭവങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പലർക്കും എഗ്രിമെൻ്റ് ആയി കൊടുത്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിലെ ഒരു കോപ്പി ഞാൻ വായിക്കാം. എഗ്രിമെൻ്റാണ് കാണിക്കുന്നത്. അതിൽ പറയുന്നൊരു കാര്യം 9.3 ഒറിജിനൽ റൈസ് പുള്ളറാണെന്നും സുരേന്ദ്രൻ കൊടുത്തത് DO പ്രകാരം പുരാവസ്തു മെറ്റീരിയൽ 9.3 ഒറിജിനൽ ആണെങ്കിൽ അന്നേ ദിവസം തന്നെ ഈ 2 കോടി രൂപ ഒന്നാം കക്ഷി രണ്ടാം കക്ഷിയുടെ മേൽ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് RTGS ആയി ചെയ്തു കൊടുത്ത് കൊള്ളാം എന്ന് പറയുന്ന രേഖയാണ്. ഇതാണ് കാണിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. അതായത് 2 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ഈ ഒറിജിനൽ റൈസ് പുള്ളർ കണ്ടു കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഒരാൾ ഇപ്പം പരാതി കൊടുത്തിരിക്കുന്നു. അതുകൂടി നമുക്ക് വായിക്കാം. അത് ഡയമണ്ടിൻ്റെയാണ്. സെബി P വീനസ് മന്ദിരം, അവനാഞ്ചേരി, സാറ്റിങ്ങൽ, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9446127278. DGP കൊടുത്ത പരാതിയാണ്. സന്തോഷ് കുമാറിനെതിരെയും സന്തോഷ് കുമാർ, കമലാലയം, നൂറണി വില്ലേജ്, പാലക്കാട് ജില്ല 9486783307. അതായത് സന്തോഷ് പരമശിവൻ, സുരേന്ദ്രൻ T, ധന്യാഭവൻ, TC
35/324 തോപ്പിനകം വലിയ തുറ വള്ളക്കടവ് PO തിരുവനന്തപുരം 9400275215 കബളിപ്പിച്ച അരക്കോടി രൂപ തട്ടിയെടുത്ത് ഇത് സംബന്ധിച്ച് ആറ്റിങ്ങലിലെ അറിയപ്പെടുന്ന വ്യാപാരിയായ എന്നെ തിരുവനന്തപുരം എയർപോർട്ടിലെ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറിയായ സുരേന്ദ്രൻ ടി എന്ന അയാളും ടിയാളുടെ സുഹൃത്ത് ഡയമണ്ട് വ്യാപാരി എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയ പാലക്കാട് സ്വദേശിയെ സന്തോഷ് കുമാർ എന്ന ആളും ചേർന്ന് കബളിപ്പിച്ച് 250 കോടി രൂപ 50 ലക്ഷം രൂപ തട്ടിയെടുക്കുകയുണ്ടായി. സുരേന്ദ്രൻ്റെ സുഹൃത്ത് സന്തോഷ് കുമാർ നന്തങ്കോട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ 322 നമ്പറിൽ ലോക്കറിൽ 2 ഡയമണ്ടുകൾ 250 കോടി വിലമതിപ്പുള്ളവ വെച്ചിട്ടുണ്ടെന്നും ബാങ്കിലെ ചില ബാധ്യതകൾ തീർക്കാനായി 10 ദിവസത്തേക്ക് 50 ലക്ഷം രൂപ കടമായി നൽകണമെന്നും ടി സുരേന്ദ്രനും സന്തോഷ് കുമാർ പി എന്നയാളും എന്നെ നിരന്തരം ബന്ധപ്പെടുകയും പണത്തിനായി നിർബന്ധിക്കുകയും എന്നെ പ്രലോഭിപ്പിച്ച് ചതിച്ചും പണം കൈക്കലാക്കി ആയതിൽ പ്രകാരം എനിക്ക് അക്കൗണ്ട് ഉള്ള HDFC പോങ്ങമ്മൂട് ബ്രാഞ്ചിലുള്ള 017215300300745 എന്ന അക്കൗണ്ട് നമ്പറിൽ നിന്നും ടി സന്തോഷ് കുമാറിൻ്റെ അക്കൗണ്ടുള്ള നന്തങ്കോട് ബ്രാഞ്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ 03630730000026 23/6/2021 30 ലക്ഷം രൂപയും 12/7/2021 20 ലക്ഷം രൂപയും അങ്ങനെ മൊത്തം 50 ലക്ഷം രൂപ RTGS ആയി കൊടുത്തു. ഇതിൻ്റെ ഉറപ്പിലേക്കായി 200 രൂപ പത്രത്തിൽ എഗ്രിമെൻറ്റും ചെക്കും പണത്തിൻ്റെ ഉറപ്പിലേക്കായി ടി സന്തോഷ് കുമാർ എൻ്റെ ഡയമണ്ടുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന 322 നമ്പർ ലോക്കർ എൻ്റെയും കൂടി ജോയിൻ്റ് കസ്റ്റഡിയിലാക്കുകയും ചെയ്തതായും സന്തോഷ് കുമാർ എന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായി. എന്നാൽ പണം കൈപ്പറ്റിയതിന് ശേഷം എഗ്രിമെൻ്റ് വ്യവസ്ഥകൾ ലംഘിക്കുകയും 10 ദിവസത്തിന് ശേഷം 4 മാസമായിട്ടും പലവിധത്തിലുള്ള കബളിപ്പിക്കലിലൂടെ എൻ്റെ പണം തിരികെ തരാതെയും ലോക്കറിലുണ്ടെന്ന് പറയുന്ന ഡയമണ്ട് എന്നെ കാണിക്കാതെയും അതിൻ്റെ വിശ്വാസ്യത എന്നെ ബോധ്യപ്പെടുത്താൻ പോലും തയ്യാറാകാതെ കഴിഞ്ഞ 4 മാസക്കാലമായി പല അവധികളും പറഞ്ഞ് ടി ആളുകൾ എന്നെ പണം തട്ടിച്ച് ചതിവിൽപ്പെടുത്തിയതായി എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ ചതിയെക്കുറിച്ച് ഞാൻ മ്യൂസിയം മെഡിക്കൽ കോളേജ് ശ്രീകാര്യം വലിയ തുറ തുടങ്ങിയ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി മടുത്തു. ഒരു സ്റ്റേഷനും എൻ്റെ പരാതി സ്വീകരിക്കുന്നില്ല. ബാങ്കിൻ്റെ പരിധി, ബ്രാഞ്ചിൻ്റെ പരിധി എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ പരാതി സ്വീകരിക്കാതെ തട്ടിപ്പ് നടത്തിയ ആൾക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. മ്യൂസിയം പോലീസ് പരാതി സ്വീകരിച്ച് രസീത് തന്നതിന് ശേഷവും പരാതിയിൽ ന്യായമായ നടപടികൾ ഇതുവരെ എടുത്തിട്ടില്ല. കഴിഞ്ഞ 4 മാസങ്ങളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്. ടി ആളുകൾ നിയമത്തെയും നീതിയെയും വെല്ലുവിളിച്ച് നിരവധി ആളുകളിൽ നിന്നും സമാനമായ രീതിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയവരാണെന്നും നിരവധി പരാതികൾ ടിയാളുടെ പേരിൽ നിലവിലുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സമക്ഷത്വം നിന്ന് ദയവുണ്ടായി ടി ആളുകളെ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതിനും എൻ്റെ പരാതി രജിസ്റ്റർ ചെയ്ത് ഇയാളുകളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുന്നതിനും എനിക്ക് നീതി കിട്ടുന്നതിനും വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. വിശ്വസ്തയുടെ CBP. അതായത് ഇത് ഒരാളുടെ മാത്രമാണ്. ഇത് ഡയമണ്ടിൻ്റെ കാര്യത്തിൽ 50 ലക്ഷം തട്ടിയതിൻ്റെ കാര്യമാണ് പറയുന്നത്. സന്തോഷ് പരമശിവ ഈ ബാങ്കിൽ HDFC ബാങ്കിൽ ഇരിക്കുന്ന ചിത്രമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നന്തങ്കോട് ബ്രാഞ്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ഇതിൻ്റെ തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രമായിട്ടുള്ളത്. ഇവരുടെ അക്കൗണ്ട് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് 2 രേഖകൾ കാണിച്ചു. ഇനി പിണറായി വിജയൻ പ്രത്യേകം കാണാൻ വേണ്ടിയിട്ട് ഈ റൈസ് പുള്ളർ എന്ന് പറഞ്ഞ് ഇത്രയും കാലം കൊണ്ട് പറയുന്ന റൈസ് പുള്ളർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് ആൺകുട്ടികളായ ആളുകൾ കൂടെ നിന്ന് പിടിച്ചു വെച്ച് അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് നോക്കുക. അതായത് റൈസ് പുള്ളർ ആണെന്ന് പറയുന്ന സംഭവത്തിൽ അവർ തുറന്നപ്പോൾ കിട്ടിയത് എന്താണ് കൃത്യമായി കാണുക. കൂടത്തിനകത്ത് വെച്ച് പരമേശ്വരനോട് തട്ടിപ്പ്. സന്തോഷ് സുരേന്ദ്രൻ്റെ സൂചി ടെസ്റ്റാണ് കാണുന്നത്. ലോകത്തുള്ള മാഗ്നറ്റുകളെല്ലാം പറക്കിയിട്ടിട്ട് സൂചി കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇതുപോലെയാണ് സൂചി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റ് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് സൂചി മേളിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ നടന്ന സൂചി ഓടിക്കൊണ്ടിരിക്കും. നമ്പർ ഇതിൻ്റെ ടെസ്റ്റാണെന്ന് പറയാം. കണ്ട ഇത് കിടന്ന് വെട്ടുന്നത് കണ്ട നോക്കിയാണ് കണ്ട
പറയുന്നത് എന്താണ്? സുരേന്ദ്രൻ കണ്ടല്ലോ, പിണറായി വിജയൻ DGP കണ്ടല്ലോ, ഇതിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു ചെമ്പ് പാത്രമാണ്. ഈ അഗ്രിമെന്റിൽ, ആദ്യത്തെ അഗ്രിമെന്റിൽ പറയുന്നുണ്ട് 9.3 പവറുള്ള റൈസ് പുള്ളർ, അതായത് അങ്ങനെയുള്ള ഒരു പുരാവസ്തു. അതിനെ അവർ പറയുന്ന വില 2 ലക്ഷം കോടി രൂപ കിട്ടും. അല്ല, മൊത്തം 4.5 ലക്ഷം കോടി കിട്ടുമെങ്കിലും ഇന്റർനാഷണൽ മാർക്കറ്റിൽ 4.5 ലക്ഷം കോടി കിട്ടുമെങ്കിൽ അവർക്ക് 2 ലക്ഷം മിനിമം ഇന്ത്യയിൽ കിട്ടും. അതിൽ ഈ 10,000 കോടി രൂപ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. 5 കോടി രൂപ ആദ്യം തന്നാൽ മതി. പിന്നെ 20,000 കോടി രൂപ മുഖ്യമന്ത്രി കൊടുക്കണം, 2,000 കോടി രൂപ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന തെളിവാണ് ക്രൈം പുറത്തുവിട്ടിട്ടുള്ളത്. ഈ തട്ടിപ്പ് നടത്തിയതിന്റെ യഥാർത്ഥ രേഖയാണ് അവർ കാണിച്ചിരുന്ന വസ്തു തട്ടിപ്പാണ് എന്ന് കാണിക്കുന്ന സംഭവമാണ്. അതായത് മാഗ്നറ്റ് ഉള്ളിൽ വെച്ചിട്ട് മുകളിൽ സൂചി കാണിക്കുമ്പോൾ അത് തെറിക്കുന്നു. എന്നാൽ ഇത് തുറന്നു നോക്കി റൈസ് ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ റൈസ് കയറി പിടിക്കുന്ന സാധനമാണ് ശരിക്കും ഒറിജിനൽ റൈസ് പുള്ളറായി വരുന്നത്. അതും ഡ്യൂപ്ലിക്കേറ്റ് ആയി പലതും ഉണ്ടാക്കുന്നുണ്ട്, ഒറിജിനൽ റൈസ് പുള്ളറും ഉണ്ട്. അപ്പം ഈ തട്ടിപ്പ് നടത്തിയുള്ള പിണറായി വിജയന്റെ പേരിലാണ്, DGPയുടെ പേരിലാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലാണ്. ഇപ്പം ആ ക്രൈമിലേക്ക് ഒരു ചുരുങ്ങിയൊരു 50 പേരെങ്കിലും വിളിച്ചു പറഞ്ഞു. വിദേശത്തു നിന്ന്, ആസ്ട്രേലിയയിൽ നിന്ന്, അതേപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ പുറത്തുനിന്ന് ഞങ്ങൾ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും പറയുന്നത് സുരേന്ദ്രൻ വർഷങ്ങളായി മുമ്പ് തട്ടിയിട്ടുള്ള പണത്തെക്കുറിച്ചുള്ള, എല്ലാവരും ലിക്വിഡ് ക്യാഷാണ് കൊടുത്തത്, ഇങ്ങനെ ഒരു കാര്യത്തിന് പോയി നാണക്കേട് പുറത്തറിയാതിരിക്കാൻ വേണ്ടി പറയാതിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാവരും, പല ആളുകളും പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും അറിയുന്ന ഒരു മെറ്റീരിയൽ, DGPക്ക് പോലും അറിയുന്ന മെറ്റീരിയൽ, 2,000 കോടി രൂപ പോലീസിന് കൊടുക്കുന്ന മെറ്റീരിയൽ, 20,000 കോടി പിണറായി വിജയന് കൊടുക്കുന്ന മെറ്റീരിയൽ ആണിത് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ കൂടെയുള്ള ഫോട്ടോ എല്ലാം കാണിച്ച് എന്നെ കാണിച്ചിരുന്നു. അങ്ങനെയുള്ള ഫോട്ടോ എല്ലാം കാണിച്ചിട്ടാണ് സുരേന്ദ്രനും സന്തോഷ് പരമശിവവും തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇതിലപ്പുറം എന്ത് തെളിവാണ് പിണറായി വിജയൻ ഞങ്ങൾ നൽകേണ്ടത്? അതായത് എറണാകുളത്തുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ പരാതി, ഞാനാണ് ക്രൈമാണ് റജി മലയിലെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്, പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ മൂക്കിന് താഴെ, DGPയുടെ മൂക്കിന് താഴെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിക്കാർക്ക് വളരെ മോശമായ പെരുമാറ്റം, അവരെല്ലാവരെയും ഇവർ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ കൊടുക്കാന്ന് പറഞ്ഞാണ്. പിണറായി വിജയൻ, താങ്കൾ ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ, നേരിട്ട് സുരേന്ദ്രമായി ഇതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ താങ്കളെ 20,000 കോടി രൂപ തരാമെന്ന് പറഞ്ഞത് വെറും പറ്റിക്കലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ ക്രൈം പുറത്തുവിട്ടതിലൂടെ തെളിയുന്നത്. ഇനിയെങ്കിലും ഇത്ര പൊട്ടത്തരങ്ങൾക്ക് പോവാതെ, പൊട്ടനാവാതെ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് സമൂഹത്തിൽ നീതി ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ താങ്കൾ ചെയ്യണം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഓരോ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും വലിയ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത്തരം വലിയ മാഫിയ സംഘങ്ങളിൽ ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനുണ്ടാകും. ഈ മാഫിയ സംഘങ്ങൾ പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. ആ ആളുകൾ പറയുന്നത് പിണറായി വിജയന്റെ ഫോൺ വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ, അതുകൊണ്ട് അവിടെ യാതൊരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്കെതിരെ വന്നാൽ തന്നെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ വിവരമറിയിക്കും, പിണറായി വിജയന്റെ ഓഫീസിലെ അറിയിക്കും, ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കും. അവസാനം പോലീസ് ഉദ്യോഗസ്ഥൻ പേടിച്ച് പറിച്ച് ഇങ്ങനെ ഒരു പരാതിയെ വന്നിട്ടില്ല എന്ന് പറയും, പകരം ഒരു കള്ളപ്പരാതി വേറെ കൊടുക്കും. ഇതേപോലെ സുരേന്ദ്രനും കള്ളപ്പരാതി കൊടുത്ത് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അവിടെ വരുമ്പോൾ എനിക്ക് പരാതി ഇല്ല എന്ന് പറയും. ഇതേപോലുള്ള തട്ടിപ്പാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, പാലക്കാട്, എറണാകുളം തുടങ്ങിയുള്ള പല സ്ഥലങ്ങളിലും ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇനി വേറൊരു വിശേഷം, ഈ സുരേന്ദ്രൻ ആരാണെന്നുള്ളത് നമ്മൾ അറിയണ്ടേ? സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള് വലിയ തുറ സ്വദേശിയായ സുരേന്ദ്രൻ 40 വർഷമായി എയർപോർട്ട് ടാക്സി ഡ്രൈവറാണ്. 4 ആൺമക്കളാണുള്ളത്, മരുമക്കളും മക്കളും ചെറുമക്കളും ഉണ്ട്. മുൻ മന്ത്രിയായ കോൺഗ്രസ് നേതാവ് ശിവകുമാറിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് പലരെയും പറ്റിച്ചിട്ടുണ്ട്. നിരവധി സ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ കീപ്പായിട്ടുള്ളുണ്ട്. കൊട്ടാരക്കരയിൽ ശൈല ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. ഇതേപോലെ ഇവരെയൊക്കെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന ഇദ്ദേഹം കോടീശ്വരനാവും എന്ന് പറഞ്ഞിട്ടാണ്. ഇവർക്ക് പാലക്കാട് ഒരു കീപ്പുണ്ട്, ഇയാൾക്ക് പല സ്ഥലങ്ങളിലും ഇതേപോലെ കീപ്പുണ്ട്. അങ്ങനെയുള്ള സുരേന്ദ്രൻ 50 ലക്ഷം രൂപ കൊടുത്തപ്പോൾ അടുത്ത കാലത്ത് 2 വീട് അദ്ദേഹത്തിനുണ്ട്. വലിയ തുറയിൽ 2 വീടുണ്ട്. 50 ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹം ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് വലിയ 2 കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ. എന്തായാലും ഇത്രയും വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്.
ആ പുറത്ത് വിട്ട വിവരങ്ങൾ ഇനിയും വന്നിട്ട് അതിനനുസരിച്ച് ആക്ഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ, അതായത് മോൻസൺ മാവുങ്കൽ 25,000 കോടി രൂപ പിണറായി വിജയന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കുറെ കാലം തട്ടിപ്പ് നടത്തി. അവസാനം പിണറായി വിജയന് മനസ്സിലായില്ലേ ഇത്തരം തട്ടിപ്പാണെന്നുള്ളത്. ഇതേപോലത്തെ ഇതിനെക്കാളും ഭീകരമായ രൂപത്തിലാണ് പാവപ്പെട്ട ആളുകളെ അടക്കമാണ് ഈ 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 10 കോടിയും അടക്കമുള്ള അടക്കം പറ്റിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. ഇതിന് നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് പിണറായി വിജയൻ. എന്തിനാണ് ഈ ആഭ്യന്തരം കൊണ്ട് കയ്യിലിരിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ്. നന്ദി, നമസ്കാരം.